Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Now we are discussing the play The Hour of Truth, written by Percival Wilde. In the last class, we discussed the demand of Grisham. Okay, then take page number 57. Then listen. The last class, we discussed this sentence. They had to print something. They guessed. I know, I tell you. The words of Baldwin. Then Martha, but you never said so before. അപ്പോൾ പത്രത്തിൽ വന്നിട്ടുള്ള ആ പേപ്പേഴ്സിൽ പത്രത്തിൽ വന്നിട്ടുള്ള ആ ന്യൂസിൽ പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നുള്ള ചോദ്യത്തിന് ഈവിൻ്റെ ചോദ്യത്തിന് ബാഡ്വിൻ പറയാണ് ദേ ഹാഡ് ടു പ്രിൻറ്റ് സംതിങ്. ദേ ഗസ്ഡ്, അവർ ഊഹിക്കുന്നതാണ് അവർ പ്രിൻ്റ് ചെയ്യുന്നത്. ഐ നോ, എനിക്കറിയാം. ഐ ടെൽ യു, ഞാൻ നിങ്ങളോട് പറയാം. മാർത്ത, ബട്ട് യു നെവർ സെഡ് സോ ബിഫോർ, പക്ഷേ നിങ്ങളിത് മുൻപ് പറഞ്ഞിട്ടില്ലല്ലോ. ബാഡ്വിൻ, ഐ ലെഫ്റ്റ് ദാറ്റ് ഫോർ ഗ്രീഷാം. ഇറ്റ് വിൽ കം ഔട്ട് ടുമോറോ. ഞാനത് ഗ്രീഷാമിന് വേണ്ടി വിട്ടുകളഞ്ഞതായിരുന്നു. ഇറ്റ് വിൽ കം ഔട്ട് ടുമോറോ, അത് നാളെ തന്നെ നടക്കും. ജോൺ, വൈ ടുമോറോ, എന്തുകൊണ്ട്? വൈ ഡിഡിൻ യു സേ സോ ബിഫോർ, എന്തിനാണത് നാളേക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്? വൈ ഡിഡിൻ യു സേ സോ ബിഫോർ, അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞൂടെ. ദ പേപ്പേഴ്സ് ആസ്ക്ഡ് യു ഓഫൺ ഇനഫ്. പേപ്പേഴ്സ് ആസ്ക്ഡ് യു ഓഫൺ ഇനഫ്, ധാരാളം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടല്ലോ പേപ്പറിൽ. ബാഡ്വിൻ, നത്തിങ് ഫോഴ്സ്ഡ് മീ ടു ആൻസർ. ജോൺ, ഒന്നും എന്നെ നിർബന്ധിക്കുന്നില്ല. ടു ആൻസർ, അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ഒന്നും എന്നെ നിർബന്ധിക്കുന്നില്ല. ജോൺ. ദെൻ ദർ ഇസ് എ പോസ്, ദർ ഇസ് എ സൈലൻസ്. ജോൺ, ദേ ആർ ഗോയിങ് ടു പണിഷ് ഗ്രീഷാം. ആറിൻ ദേ? ദേ ആർ ഗോയിങ് ടു പണിഷ് ഗ്രീഷാം, അവർ ഗ്രീഷാമിനെ പണിഷ് ചെയ്യാൻ പോവുകയാണോ? ആറിൻ ദേ, അങ്ങനെ തന്നെയല്ലേ. ബാഡ്വിൻ, ഐ ആം അഫ്രൈഡ് സോ, അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. ജോൺ, വാട്ട് ഫോർ? ബാഡ്വിൻ, മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ദി. എന്തിന് വേണ്ടിയിട്ട്? ദെൻ ബാഡ്വിൻ, മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ദ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, അത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഫണ്ടുകൾ തിരിമറികൾ നടത്തിയതിന് പേരിൽ. ജോൺ ഇൻട്രപ്റ്റിംഗ്, അയാൾ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാതെ ഇൻട്രപ്റ്റിംഗ്, ഇടയിൽ കയറിയിട്ട് ജോൺ പറയാണ്. ഓ, ഐ നോ ദാറ്റ്, ബട്ട് വാട്ട് ക്രൈം ഹാസ് ഹി കമ്മിറ്റഡ്? ഐ നോ ദാറ്റ്, അതെനിക്കറിയാം. ബട്ട് വാട്ട് ക്രൈം ഹാസ് ഹി കമ്മിറ്റഡ്, എന്ത് ക്രൈമാണ് അദ്ദേഹം ചെയ്തത്? ദെൻ ബാഡ്വിൻ, ദാറ്റ്സ് എ ക്രൈം ജോൺ. ദാറ്റ്സ് എ ക്രൈം, അത് തന്നെ ഒരു ക്രൈമാണ് ജോൺ. ഈവ്, ബട്ട് ഇഫ് നോബഡി ലോസസ് എനിത്തിങ് ബൈ ഇറ്റ്, പക്ഷേ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഈ ക്രൈമിലൂടെ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ബാഡ്വിൻ, ഇറ്റ്സ് എ ക്രൈം നെവർത്ത്ലെസ്, എന്ത് പറഞ്ഞാലും അതെന്താണ്, അതൊരു ക്രൈം തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാണ് ബാഡ്വിൻ പറയുന്നത്. ദെൻ ജോൺ, ആൻഡ് ദേ ആർ ഗോയിങ് ടു പണിഷ് ഹിം ഫോർ ഇറ്റ്, അവർ അതിന് അദ്ദേഹത്തെ പണിഷ് ചെയ്യാൻ പോവുകയാണോ? ബാഡ്വിൻ, ദേ കാൺ ലെറ്റ് ഹിം ഗോ. ജോൺ, ദേ കാൺ ലെറ്റ് ഹിം, അദ്ദേഹത്തെ പോകാൻ അനുവദിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? ബാഡ്വിൻ, ദേ കാൺ ലെറ്റ് ഹിം ഗോ. ജോൺ, ഹീ ഈസ് ടു കോൺസ്പിക്വസ്. കോൺസ്പിക്വസ് മീൻസ് ഫേമസ്. അദ്ദേഹത്തെ പോകാൻ അനുവദിക്കില്ല. കാരണം എന്താണ്? അദ്ദേഹം വളരെ പ്രശസ്തനാണ്, ഫേമസ് ആണ്. ജോൺ, ഡു യു തിങ്ക് ദാറ്റ്സ് റൈറ്റ് ഗവർണർ? ഡു യു തിങ്ക് ദാറ്റ്സ് റൈറ്റ് ഗവർണർ? അച്ഛൻ ചിന്തിക്കുന്നുണ്ടോ അത് ശരിയാണെന്ന്? ഗവർണർ എന്ന് വിളിക്കുന്നത് അച്ഛനെയാണ് അല്ലേ. ദെൻ ബാഡ്വിൻ, മൈ ഒപ്പീനിയൻ ഡസിൻ മാറ്റർ. ജോൺ, മൈ ഒപ്പീനിയൻ ഡസിൻ മാറ്റർ, എൻ്റെ ഒപ്പീനിയൻ ഇവിടെ എന്തല്ല, ഒരു കാര്യമല്ല, ഒരു പ്രശ്നമല്ല. എൻ്റെ ഒപ്പീനിയൻ ഒന്നും ഇവിടെ ഒന്നുമല്ല. ജോൺ, ബട്ട് വാട്ട് ഡു യു തിങ്ക്? ഓക്കെ, വാട്ട് ഡു യു തിങ്ക്, പക്ഷേ വാട്ട് ഡു യു തിങ്ക്, അച്ഛൻ എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എന്താണ് തീരുമാനിച്ചത്? ബാഡ്വിൻ, ഐ തിങ്ക് ദാറ്റ് ഐ ആം സോറി ഫോർ ജോൺ ഗ്രീഷാം, ടെറിബിളി സോറി. ബാഡ്വിൻ പറയാണ്, ഐ തിങ്ക്, ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത്, ഐ തിങ്ക് ദാറ്റ് ഐ ആം സോറി ഫോർ ജോൺ ഗ്രീഷാം, ജോൺ ഗ്രീഷാമിനോട് സോറി പറയാണ്,
ടെറിബിളി സോറി. അതായത് ജോൺ ഗ്രീഷാം പറയുന്നത് ഞാൻ അനുസരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ബാഡ്വിൻ പറയുന്നത്. ദെൻ ജോൺ സ്ലോലി, വളരെ സാവധാനം, ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി ഡാഡ്. നോബഡി ലോസസ് എ സെൻ. ഇറ്റ്സ് റാദർ ഹാഡ് ഓൺ ഗ്രീഷാം ഐ സേ. ദെൻ ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി. അത് ടെക്നിക്കൽ ആയിട്ടുള്ള വല്ല എന്തെങ്കിലും ആയിക്കൂടെ. ഡാഡ്, നോബഡി ലോസസ് എ സെൻറ്റ്. ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഇറ്റ്സ് റാദർ ഹാർഡ് ഓൺ ഗ്രീഷാം ഐ സേ. അത് ഒരു തരത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രീഷാമിൻ്റെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഹി ഗെയിൻ എ ലോട്ട്. ഒരുപാട് നേടിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ലേ. ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അത് ടെക്നിക്കാലിറ്റി ആയിക്കൂടെ. ദെൻ ബാഡ്വിൻ ആഫ്റ്റർ എ പോസ്, കുറച്ചു നേരം മിണ്ടാതെ നിന്നതിന് ശേഷം, യെസ് ജോൺ. ദെൻ ഈവ് ടിമിഡ്ലി, വുഡ് ഇറ്റ് സച്ച് ആൻ ഓഫുൾ തിങ് ഫാദർ ഇഫ് യു ലെറ്റ് ഹിം ഓഫ്. അപ്പോൾ എന്താണ് പറയുന്നത്? വുഡ് ഇറ്റ് ബി സച്ച് ആൻ ഓഫുൾ തിങ് ഫാദർ ഇഫ് യു ലെറ്റ് ഹിം ഓഫ്. അപ്പോൾ അത് അച്ഛൻ അദ്ദേഹത്തിന് ഒരു അന്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിക്കൂടെ എന്നുള്ള ആ ഒരു അർത്ഥമാണ്. ബാഡ്വിൻ സ്മൈലിംഗ്, ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഐ കുഡ്, എനിക്ക് കഴിയും. യു ബട്ട് ഐ ആം നോട്ട് ദ ജഡ്ജ്. പക്ഷേ ഞാൻ എന്തല്ല, ഞാൻ ജഡ്ജല്ല. ഈവ് നോ, അല്ല, ബട്ട്, പക്ഷേ. ബാഡ്വിൻ ബട്ട് വാട്ട്. ഈവ് യു ആർ ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിം. അപ്പോൾ നിങ്ങളാണ് അദ്ദേഹത്തിന് എതിരെയുള്ള ആകെ സാക്ഷി എന്ന് പറയുന്നത്. യു ആർ, ഫാദറാണ് അല്ലേ, അച്ഛനാണ്. അപ്പോൾ അച്ഛനോട് മകൾ പറയാണ്, യു ആർ ദ ഓൺലി വിറ്റ്നസ് എഗെയിൻസ്റ്റ് ഹിം. നിങ്ങളാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഏക വിറ്റ്നസ് എന്ന് പറയുന്നത്, സാക്ഷി എന്ന് പറയുന്നത്. ബാഡ്വിൻ നോൺ പ്ലസ്ഡ്. ഈവ് ദെൻ ജോൺ ഷീസ് റൈറ്റ് ഗവർണർ. അപ്പോൾ അവൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അച്ഛന് മനസ്സിലായി. അപ്പോൾ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഈവിനെ അങ്ങനെ വിളിച്ചത്. ദെൻ ജോൺ ഷീസ് റൈറ്റ് ഗവർണർ. അപ്പോൾ ജോൺ പറയാണ്, മകൻ പറയാണ്, ഷീസ് റൈറ്റ്, അത് അവൾ പറയുന്നത് ശരിയല്ലേ ഗവർണർ. ദെൻ ബാഡ്വിൻ യു ടു ജോൺ. നീയും അത് തന്നെയാണോ പറയുന്നത്? ജോൺ ഇറ്റ്സ് ഗോയിങ് ടു ബി എ നാസ്റ്റി മെസ് ഇഫ് ദേ പുട്ട് ജോൺ ഗ്രീഷാം ഇൻ ജയിൽ with your own son named after him. It's going to be pleasant for me, John Grisham Badwin. Then it's going to be a nasty mess if they put John Grisham in jail. അപ്പോൾ ഗ്രീഷാമിനെ അവർ ജയിലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നാസ്റ്റി മെസ്, അതായത് ഒരു മോശം കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണ്? വിത്ത് യുവർ ഓൺ സൺ, നിങ്ങളുടെ തന്നെ മകന്, നെയ്മഡ് ആഫ്റ്റർ ഹിം, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ആർക്ക് ഇട്ടിട്ടുള്ളത്? നമ്മൾ ജോണിന് അച്ഛൻ ഇട്ടിട്ടുള്ളത്. ബാഡ്വിൻ ജോണിന് ഇട്ടിട്ടുള്ള പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പ്ലസൻറ്റ് ഫോർ മീ, അതെനിക്കൊരു എനിക്ക് പ്ലസൻറ്റ് തരുമെന്ന്. അതായത് അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്ന രീതിയിലാണല്ലോ അച്ഛൻ എന്ത് ചെയ്തിട്ടുള്ളത്, അച്ഛൻ എനിക്ക് ആ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എൻ്റെ പേരിലുള്ള ഒരാൾ ജയിലിൽ പോകുമ്പോൾ അതെനിക്ക് എത്രമാത്രം സന്തോഷം തരുമോ, അതെനിക്ക് സന്തോഷം നൽകുമോ? ജോൺ ഗ്രീഷാം ബാഡ്വിൻ. ദെൻ മാർത്ത ആഫ്റ്റർ എ പോസ്, റോബർട്ട്, ഐ ആം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് യു സെഡ് ബിഫോർ. വാട്ട് ഡിഡ് മിസ്റ്റർ ഗ്രീഷാം വാണ്ട് യു ടു ഡു ഫോർ ഹിം? ദെൻ റോബർട്ട്, ഐ ആം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് യു സെഡ് ബിഫോർ. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ശരിയായ രീതിയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ഐ ആം നോട്ട് ഷുവർ. വാട്ട് ഡിഡ് മിസ്റ്റർ ഗ്രീഷാം വാണ്ട് യു ടു ഡു ഫോർ ഹിം? വാട്ട് ഡിഡ് മിസ്റ്റർ ഗ്രീഷാം വാണ്ട് യു? നിങ്ങളോട് എന്താണ് മിസ്റ്റർ ഗ്രീഷാം ആവശ്യപ്പെട്ടത്? ഫോർ ഹിം, അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ. ബാഡ്വിൻ, ഗെറ്റ് ഹിം ഓഫ് ടുമോറോ, നാളെ അറിയാമെന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. മാർത്ത, യു കുഡ് ഡു ദാറ്റ്, അപ്പോൾ നിങ്ങളത് ചെയ്യാൻ പോവുകയാണോ? ബാഡ്വിൻ, യെസ്. മാർത്ത, ഹൗ, എങ്ങനെ? ബാഡ്വിൻ, ബൈ ആൻസറിങ് ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദേ ആസ്ക് മീ ഡേഞ്ചറസ് ക്വസ്റ്റ്യൻസ്. ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ എങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ട്, ഐ ഡോണ്ട് റിമെമ്പർ, എനിക്ക് ഓർമ്മയില്ല എന്ന്
മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്യണമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഗ്രീഷാം പറഞ്ഞിട്ടുള്ളത്. മാർത്ത, ഓ ആൻഡ് യു റിമെമ്പർ, യു ഡു റിമെമ്പർ. മാർത്ത അപ്പോൾ ചോദിക്കുകയാണ്, ഓ അപ്പോൾ ആൻഡ് യു ഡു റിമെമ്പർ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ? ബാഡ്വിൻ, യെസ് നിയർലി എവറിത്തിങ്, ഞാൻ എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുന്നുണ്ട്. ജോൺ, നോ മാറ്റർ വാട്ട് ദേ ആസ്ക് യു, നോ മാറ്റർ വാട്ട് ദേ ആസ്ക് യു, അവരെന്താണ് ചോദിക്കുന്നത് എന്നുള്ളത് ഒരു മാറ്റർ അല്ല. ബാഡ്വിൻ, ഐ ക്യാൻ ആൾവേസ് റിഫ്രഷ് മൈ മെമ്മറി, യു സീ ഐ ഹാവ് നോട്ട്സ്. ഐ ക്യാൻ ആൾവേസ് റിഫ്രഷ് മൈ മെമ്മറി, ഞാൻ എപ്പോഴും എൻ്റെ മെമ്മറി എന്ത് ചെയ്യാറുണ്ട്? റിഫ്രഷ് ചെയ്യാറുണ്ട്. യു സീ, നോക്കൂ, ഐ ഹാവ് നോട്ട്സ്, എനിക്ക് എൻ്റെ കയ്യിൽ നോട്ട്സ് അടക്കം ഉണ്ട്. ജോൺ, ബട്ട് വിത്തൗട്ട് ദോസ് നോട്ട്സ് യു വുഡിൻറ്റ് റിമെമ്പർ, ബട്ട് വിത്തൗട്ട് ദോസ് നോട്ട്സ് യു വുഡിൻറ്റ് റിമെമ്പർ, അപ്പോൾ ഈ നോട്ട്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്കത് ഓർമ്മിക്കാൻ കഴിയില്ലേ? ദെൻ ബാഡ്വിൻ, വാട്ട് ഡു യു മീൻ ജോൺ, നീ എന്താണ് അർത്ഥമാക്കുന്നത്? ജോൺ, വിത്തൗട്ട് ആൻസറിങ്, മറുപടി പറയാതെ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് യു വിൽ ഹാവ് ടു റിലേ ഓൺ യുവർ നോട്ട്സ് നിയർലി ഓൾ ടുഗദർ, വോണ്ട് യു? ആസ് എ മാറ്റർ ഓൺ ഫാക്ട്, സത്യത്തിൻ്റെ ഒരു കാര്യമില്ല. യു വിൽ ഹാവ് ടു റിലേ ഓൺ യുവർ നോട്ട്സ് നിയർലി ഓൾ ടുഗദർ, വോണ്ട് യു, അങ്ങനെ ചെയ്തുകൂടെയെന്ന്, അതായത് നോട്ട്സ് കയ്യിലില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മറുപടി പറഞ്ഞൂടെ. ബാഡ്വിൻ, എവരിബഡി എൽസ് ഡൺ ദ സെയിം തിങ്, അങ്ങനെ ആവുമ്പോൾ എല്ലാവരും ഒരേ കാര്യം തന്നെ ആവില്ലേ ചെയ്യുന്നത്? ജോൺ, ദെൻ ഇറ്റ് വോണ്ട് ബി ഫാർ ഫ്രം ദ ട്രൂത്ത് ഇഫ് യു സേ ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ ദെൻ ഇറ്റ് വോണ്ട് ബി ഫാർ ഫ്രം ദ ട്രൂത്ത്, സത്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ആവില്ലല്ലോ. ഇഫ് യു സേ, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ, ഐ ഡോണ്ട് റിമെമ്പർ, ഞാനത് ഓർക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യം പറയുന്നതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നാണ് ആര് പറയുന്നത്? ജോൺ പറയുന്നത്. മാർത്ത, ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രീഷാം ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രീഷാം ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. ഞാനും മാർത്തയും ആ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഐ ഡോണ്ട് സീ ദാറ്റ്, ഞാൻ കണ്ടിട്ടില്ല. മിസ്റ്റർ ഗ്രീഷാംസ് ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു, അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബാഡ്വിൻ, മാർത്ത ബാഡ്വിന് അത് ഇഷ്ടപ്പെടുന്നില്ല. മാർത്ത, റോബർട്ട്, ഐ ആം ആസ് ഓണറബിൾ ആസ് യു ആർ. ബാഡ്വിൻ, ദാറ്റ് ഗോസ് വിത്തൗട്ട് സേയിങ്. മാർത്ത, ദാറ്റ് ഗോസ് അതൊക്കെ നടക്കും വിത്തൗട്ട് സേയിങ്, പറയാതെ. മാർത്ത, ഇറ്റ് ഡസൻറ്റ് സീം റൈറ്റ് ടു മീ ടു സെൻഡ് ആൻ ഓൾഡ് ഫ്രണ്ട് ടു ജയിൽ. ഇറ്റ് ഡസൻറ്റ് മീൻ റൈറ്റ് ടു മീ, ഇനി അതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്. ടു സെൻഡ് ആൻ ഓൾഡ് ഫ്രണ്ട് ടു ജയിൽ, ഒരു ഓൾഡ് ഫ്രണ്ടിനെ, പഴയ ആ ഒരു സുഹൃത്തിനെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നത് ശരിയാണോ? ആസ് ഹീ സ്പീക്സ് ഷീ ഹോൾഡ്സ് അപ്പ് ഹെർ ഹാൻഡ്. അയാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, നൗ ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ, എന്നെ തടസ്സപ്പെടുത്തല്ലേ. ഐ ഹാവ് ബീൻ തിങ്കിങ്, ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ ഡേ ജോൺ വാസ് ബാപ്റ്റിസൈഡ്, ജോണിനെ ബാപ്റ്റിസൈഡ് മീൻസ് മാമോദിസ മുക്കുക. അപ്പോൾ ജോണിനെ മാമോദിസ മുക്കിയിരുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. അതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഞാനൊന്ന് പറയട്ടെ. വെൻ മിസ്റ്റർ ഗ്രീഷാം സ്റ്റുഡ് സ്പോൺസർ ഫോർ ഹിം, ഹൗ പ്രൗഡ് വി വേർ. അപ്പോൾ അന്ന് ആ മാമോദിസം നിൽക്കുന്ന ആ പരിപാടിയുടെ സമയത്ത് ഗ്രീഷാം അവിടെ അദ്ദേഹത്തിന് സ്പോൺസറായി നിന്നിരുന്ന ടൈമിൽ നമ്മൾ എത്രമാത്രം അഭിമാനിച്ചിരുന്നു. ഹൗ പ്രൗഡ് വി വേർ. ആൻഡ് വെൻ വി കെയിം ഹോം ഫ്രം ദ ചർച്ച് യു സെഡ്. അന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞ് ചർച്ചിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ വാട്ട് യു സെഡ് റോബർട്ട്. നിങ്ങൾ എന്താണ് അന്ന് എന്നോട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ കാര്യം ഒന്ന് പറയാൻ എന്നെ അനുവദിക്കൂ എന്നാണ് ആര് പറയുന്നത്? മാർത്ത പറയുന്നത്. ദെൻ ബാഡ്വിൻ, നോ, വാട്ട് വാസ് ഇറ്റ്? എനിക്ക് ഓർമ്മയില്ലല്ലോ, എന്താണത്? മാർത്ത, യു സെഡ്, മാർത്ത, മേ അവർ സൺ ആൾവേസ് ലീവ് അപ്പ് ടു ഇൻ ദ നെയിം വിച്ച് വി ഹാവ് ഗിവൺ ഹിം. ഡു യു റിമെമ്പർ ദാറ്റ്? അപ്പോൾ മാർത്ത പറയാണ്, അന്ന് ബാഡ്വിൻ മാർത്തയോട് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക്. മാർത്ത, മേ അവർ സൺ ആൾവേസ് ലീവ് അപ്പ് ടു ദ നെയിം വിച്ച് വി ഹാവ് ഗിവൺ ഹിം. നമ്മൾ അവൻക്ക് നൽകിയിട്ടുള്ള ആ ഒരു പേരിൽ അവൻ ജീവിക്കും. ഡു യു റിമെമ്പർ ദാറ്റ്? നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? ബാഡ്വിൻ,
യെസ് ഡിംലി. യെസ് ഡിം അതായത് ചെറുതായിട്ട്. യെസ് ചെറുതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ജോൺ ഓൺലി ഡിംലി ഗവർണർ. എന്താ പറയുന്നത്? ചെറുതായിട്ട് ഓർമ്മയുള്ളൂ. ഓൺലി ഡിംലി ഗവർണർ. ബാഡ്വിൻ. വാട്ട് യു മീൻ ജോൺ? ജോൺ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? മാർത്ത. ഗിവിങ് ജോൺ നോ ഓപ്പർച്യൂണിറ്റി ടു ആൻസർ. അദ്ദേഹത്തിന് ജോണിന് മറുപടി പറയാൻ അനുമതി കൊടുക്കാതെ, ഒരു അവസരം കൊടുക്കാതെ മാർത്ത പറയുകയാണ്. അതായത് അതിനുള്ള ഉത്തരം, ചോദ്യം ആരോടാണ്? ജോണിനോടാണ്. പക്ഷെ ജോണിനെ ഉത്തരം പറയാൻ അനുവദിക്കാതെ മാർത്ത പറയുകയാണ്. എന്താണ് മാർത്ത പറയുന്നത്? ഇറ്റ് വുഡ് ബി സാഡ്, വെരി സാഡ്. ഇത് വളരെ സങ്കടം തന്നെയാണ് കേട്ടോ. വെരി സാഡ്, വളരെ സങ്കടം തന്നെയാണ്. ഇഫ് ദ നെയിം ഓഫ് ജോൺ ഗ്രീഷാം, അവർ സൺസ് നെയിം, ഷുഡ് കം ടു ഗ്രീഫ് ത്രൂ യു റോബർട്ട്. ഇഫ് ദ നെയിം ഓഫ് ജോൺ ഗ്രീഷാം, ജോൺ ഗ്രീഷാം എന്നുള്ള പേര് നമ്മുടെ മകൻക്ക്, അവർ സൺസ് നെയിം എന്താണ്? നമ്മുടെ മകൻ്റെ പേരാണ് അല്ലേ. ഷുഡ് കം ടു ഗ്രീഫ്, അവനെ അത് എന്തിലേക്ക് മാറുകയാണ്? അതായത് ഇത്രയും കാലം വളരെ അഭിമാനത്തോട് കൂടിയിട്ടാണ് ജോൺ ഗ്രീഷാമിൻ്റെ പേര് ആർക്കിട്ടിട്ടുള്ളത്? മകനിട്ടിട്ടുള്ളത്. ഇപ്പോൾ അഭിമാനിച്ചിരുന്ന ആൾ എവിടേക്ക് പോവാണ്? ജയിലിലേക്ക് പോവാണ്. അപ്പോൾ അത് ഇവരെ എന്ത് ചെയ്യും? ഇവൻ്റെ പേരിനെ ബാധിക്കും. അത് ഒരു വലിയ സങ്കടം തന്നെ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? മാർത്ത പറയുന്നത്. ബാഡ്വിൻ. ആഫ്റ്റർ എ പോസ്, മാർത്ത. ആർ യു ടെല്ലിങ് മീ ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി ദാറ്റ് ജോൺ ഗ്രീഷാം ഓഫേർഡ് മീ? അല്ല, നീ ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ബാഡ്വിൻ പറയാണ്. മാർത്ത. ആർ യു ടെല്ലിങ് മീ, നീ എന്നോട് പറയുന്നത് എന്താണ്? ടു ആക്സെപ്റ്റ്, സ്വീകരിക്കാനാണോ? ദ ബ്രൈബ് മണി, അതായത് ആ കൈക്കൂലി, അയാൾ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ബ്രൈബ് മണി, ആ കൈക്കൂലി ഞാൻ വാങ്ങണമെന്നാണോ? ദാറ്റ് ജോൺ ഗ്രീഷാം ഓഫേർഡ് മീ, ജോൺ ഗ്രീഷാം എനിക്ക് ഓഫർ ചെയ്തിട്ടുള്ള ആ പണം ഞാൻ വാങ്ങണമെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്നാണ് ആരോട് ചോദിക്കുന്നത്? മാർത്തയോട് ബാഡ്വിൻ ചോദിക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് ആര് വരുന്നത്? മാർത്തയും ജോണും ഈവും ഒക്കെ ആരെ കമ്പൽ ചെയ്യുന്നത്? നമ്മുടെ ബാഡ്വിനെ കമ്പൽ ചെയ്യുന്നത്. ഈവ്. വൈ ഡു യു കോൾ ഇറ്റ് ബ്രൈബ് മണി ഫാദർ? അപ്പോൾ ഈവ് ചോദിക്കുകയാണ്, വൈ ഡു യു കോൾ ഇറ്റ്, നിങ്ങൾ അച്ഛൻ എന്തുകൊണ്ടാണ് അതിനെ ബ്രൈബ് മണി, കൈക്കൂലി അല്ലെങ്കിൽ കൈക്കൂലി എന്ന് പറയാൻ കാരണം എന്താണ്? ഫാദർ. അച്ഛൻ എന്തുകൊണ്ടാണ് അതിനെ ബ്രൈബ് മണി എന്ന് പറയുന്നത്? ബാഡ്വിൻ. ബിറ്റേർലി, ഇഷ്ടമില്ലാതെ, വളരെ അനിഷ്ടത്തോടു കൂടിയിട്ട്. വൈ ഇൻഡീഡ്, ഗ്രീഷാം ഹാഡ് എ പ്രെറ്റിയർ നെയിം ഫോർ ഇറ്റ്. He said that he had underpaid me all these years. You know, I was getting only $60 a week when the crash came. അപ്പോൾ വൈൻ ഇൻഡീഡ്, എന്താണ് അതിൻ്റെ ആവശ്യം? ഗ്രീഷാം ഹാഡ് എ പ്രെറ്റിയർ നെയിം ഫോർ ഇറ്റ്. ഗ്രീഷാം ആ തരുന്നതിന് ഏറ്റവും വിളിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രെറ്റിയർ ആയിട്ടുള്ള നെയിം അത് തന്നെയാണ്. എന്ത്? ബ്രൈബ് മണി എന്നാണ്. ബിക്കോസ് he said that he had underpaid me all these years. ഇത്രയും വർഷങ്ങളായിട്ട് അയാൾ എനിക്ക് തരുന്നുണ്ട് അല്ലേ. എന്താ തരുന്നത്? യു നോ, നിങ്ങൾക്കറിയാം. ഐ വാസ് ഗെറ്റിംഗ് ഓൺലി $60 എ വീക്ക്, ഒരാഴ്ചയിൽ $60 എനിക്ക് തരുന്നത്. വെൻ ദ ക്രാഷ് കെയിം, അപ്പോൾ ഈ ക്രാഷ് വന്നപ്പോൾ, ഈ ക്രാഷ് വരുന്നത് വരെ ഒരാഴ്ചയ്ക്ക് $60 എന്നുള്ള രീതിയിലാണ് എനിക്ക് അയാൾ ക്യാഷ് തന്നിരുന്നത്. ബട്ട് ഈ ക്രാഷ് വന്നപ്പോൾ അയാൾ എന്ത് ചെയ്തു? എനിക്ക് $100 തരാൻ റെഡിയായി. ജോൺ. ഇംപാഷ്യൻലി, കംപ്ലീറ്റ് ആക്കാൻ അയക്കാതെ, ഇംപാഷ്യൻലി, അക്ഷമനായിട്ട്. യെസ്. ദെൻ ബാഡ്വിൻ. ഹി സെഡ് 100,000 represented the difference between that he had paid me. അയാൾ എനിക്ക് തന്നുകൊണ്ടിരുന്നതിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് എന്തിലേക്ക്? ഈ $100,000ലേക്ക്. $100,000 ആണ്. ദെൻ വാട്ട് ഐ ഹാഡ് ആക്ച്വലി ബീൻ വർത്ത് ടു ഹിം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ വാട്ട് ഹി ഹാഡ് പെയ്ഡ് മീ, അദ്ദേഹം എനിക്ക് തന്നതും, അതായത് ഞാൻ ഇത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് അദ്ദേഹം എനിക്ക് തന്നത് എന്തായിരുന്നു? ഓൺലി $60 ആണ്. അതേ സമയത്ത് വാട്ട് ഐ ഹാഡ് ആക്ച്വലി ബീൻ വർത്ത് ടു ഹിം, ഞാനിപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞത് വെറും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അത്രയും ചെയ്താൽ മതി. അതിന് അദ്ദേഹം എനിക്ക് തരുന്നത് എന്താണ്?
$1,000 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇതിനെ ഞാൻ ബ്രൈബ് മണി എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? മാർത്ത, ദാറ്റ്സ് നോ ലെസ് ദാൻ ട്രൂ റോബർട്ട്. യു ഹാവ് വർക്ക്ഡ് ഫോർ ഹിം വെരി ഫെയ്ത്ത്ഫുള്ളി. അത് ആ രീതിയിൽ അങ്ങനെ കാണണം എന്നില്ലല്ലോ. അതിനെങ്ങനെ കണ്ടാൽ മതി? യു ഹാവ് വർക്ക്ഡ് ഫോർ ഹിം വെരി ഫെയ്ത്ത്ഫുള്ളി. വളരെ വിശ്വസ്തനായിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ എടുത്താൽ പോരെ. ബാഡ്വിൻ, ഹീ സെഡ് ദാറ്റ് ഇഫ് ഹി ഹാഡ് പെയ്ഡ് മീ വാട്ട് ഹി ഷുഡ് ഹാവ് ഐ വുഡ് ഹാവ് പുട്ട് മൈ മോർ ദാൻ 100,000 ബൈ നൗ. ഹീ സെഡ് ദാറ്റ്, അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഹി ഹാഡ് പെയ്ഡ് മീ വാട്ട് ഹി ഷുഡ് ഹാവ്, അദ്ദേഹത്തിനുള്ളതെല്ലാം എനിക്ക് പെയ്ഡ് ചെയ്യാം എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ, ഐ വുഡ് ഹാവ് പുട്ട് ബൈ മോർ ദാൻ 100,000 ബൈ നൗ. ജോൺ, ദാറ്റ്സ് സോ, isn't it, Dad? Badwin, who knows? I never asked him to raise my salary. When he raised it, it was of his own accord. There is a pause. He looks around. Well, what do you think of it, Eve? Then who knows? ആർക്കറിയാം? I never asked him to raise my salary. ഞാൻ ഒരിക്കലും എൻ്റെ സാലറി ഇൻക്രീസ് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. When he raised it, അദ്ദേഹം അത് ഉയർത്തിയപ്പോൾ, ഇറ്റ് വാസ് ഓഫ് ഹിസ് ഓൺ ഒക്കേഡ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് അദ്ദേഹം അത് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ദർ ഇസ് എ പോസ്, ഹി ലുക്സ് അറൗണ്ട്. വെൽ, വാട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ്, ഈവ്? അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്താണ് ചിന്തിക്കുന്നത്? ഈവ് ഹെസിറ്റേറ്റ്ലി, ദെൻ ഇഫ് യു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമോറോ, ഈ ഇതിൽ തന്നെയാണോ നാളെ പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്? ബാഡ്വിൻ, യെസ്. ആൻഡ് ഈവ്, ആൻഡ് ദേ പുട്ട് ജോൺ ഗ്രീഷാം ഇൻ ജയിൽ, വാട്ട് വിൽ പീപ്പിൾ സേ? ആൻഡ് ദേ പുട്ട് ജോൺ ഗ്രീഷാം ഇൻ ജയിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ഗ്രീഷാമിനെ ജയിലിൽ ഇടും. വാട്ട് വിൽ പീപ്പിൾ സേ, അപ്പോൾ ജനങ്ങൾ എന്ത് പറയും? ബാഡ്വിൻ, ദേ വിൽ സേ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. അവരെന്താ പറയുക? അവരൊന്നും പറയില്ല. ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. അവർ പറയും എന്താണ്? അയാൾ അദ്ദേഹത്തിൻ്റെ പണി ചെയ്തു എന്ന് പറയും. അത്ര മാത്രമേ പറയുള്ളൂ. ദെൻ ബാഡ്വിൻ, they will say I have done my duty. Then Eve, when they find out that they haven't lost any money, when they find out, അവർ കണ്ടെത്തും അല്ലേ, they haven't lost any money, അവർക്ക് ആർക്കും എന്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. Then when John Grisham tells them that he will pay back every cent, മാത്രമല്ല അവരോടൊക്കെ എന്താണ് ജോൺ ഗ്രീഷാം പറയും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഓരോ സെൻറ്റിനും എന്ത് തരാമെന്ന്, നിങ്ങൾക്ക് ഓരോ സെൻറ്റിനും ഞാൻ പണം തരാമെന്ന് അദ്ദേഹം പറയുമ്പോൾ, ദെൻ ദേ വോണ്ട് വാണ്ട് ഹിം ടു ഗോ ടു ജയിൽ, അവരൊന്നും അദ്ദേഹത്തെ, അതായത് ഗ്രീഷാം അവരോട് പറയാണ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും നിങ്ങളുടെ ഈ ഓരോ പേക്കും അതിനനുസരിച്ചുള്ള ക്യാഷ് ഞാൻ തരാമെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരാരും ആഗ്രഹിക്കില്ല എന്ത്, ജോൺ ഗ്രീഷാം ജയിലിൽ പോകാൻ വേണ്ടിയിട്ട്. ദേ വിൽ ഫീൽ സോറി ഫോർ ഹിം, അവർക്കൊക്കെ അദ്ദേഹത്തോട് എന്താണ് തോന്നുക? സോറി ഫോർ ഹിം. ബാഡ്വിൻ, യെസ് ഐ ബിലീവ് ദാറ്റ്, യെസ് അത് ശരിയാണ്, ഐ ബിലീവ് ദാറ്റ്, ഞാനും അതിൽ വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് സോ, ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ദെൻ വി ക്യാൻ കണ്ടിന്യൂ ഓൺ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ എടുത്തത് വരെ നന്നായിട്ട് വായിക്കുക. നമ്മളുടെ വർക്കുകളൊക്കെ ലാസ്റ്റാണ് വരുന്നത്, ഇതിലിവിടെ ഒന്നും ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ദെൻ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ തിങ്ക് ആൻഡ് റൈറ്റ് എന്നുള്ളതിൽ എടുത്ത ഭാഗം വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതി വിടുക, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ വലിയ ബേർഡനായിട്ട് മാറും. അതുകൊണ്ട് തിങ്ക് ആൻഡ് റൈറ്റിൽ എടുത്തത് വരെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, അതിൻ്റെ ആൻസേഴ്സ് എഴുതി വിടുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.